കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾക്കായി സമർപ്പിക്കുന്ന വചനം യെരമ്യാ പ്രവാചകൻ്റെ പുസ്തകം 1 അധ്യായം 4 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം ലഭിക്കുന്നതിന് മുൻപ് നിന്നെ ഞാൻ അറിഞ്ഞു. ജനിക്കുന്നതിന് മുമ്പ് നിന്നെ ഞാൻ വിശുദ്ധീകരിച്ചു. ജനതകൾക്ക് പ്രവാചകനായി നിന്നെ ഞാൻ നിയോഗിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാൻ കേവലം ബാലനാണ്, സംസാരിക്കാൻ എനിക്ക് പാടവമില്ല. കർത്താവ് എന്നോട് അരുളി ചെയ്തു, നീ വെറും ബാലനാണെന്ന് പറയരുത്. ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം. ഞാൻ കൽപ്പിക്കുന്നതെന്ത് നീ അവരോട് സംസാരിക്കണം. നീ അവരെ ഭയപ്പെടേണ്ട, നിൻ്റെ രക്ഷയ്ക്ക് നിന്നോട് കൂടെ ഞാനുണ്ട്. അനന്തരം കർത്താവിൻ്റെ അധരത്തിൽ സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു, എൻ്റെ വചനങ്ങൾ നിൻ്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. പിഴുതെറിയാനും ഇടിച്ചു തകർക്കാനും തകിടം മറിക്കാനും പണിതുയർത്താനും നട്ടുവളർത്താനും വേണ്ടി ഇന്നിതാ ജനതകളുടെയും രാജ്യങ്ങളുടെ മേൽ നിന്നെ ഞാൻ അവരോധിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ വചനം. പ്രിയപ്പെട്ടവരെ, ഈ വചനത്തെ നമുക്കൊന്ന് ധ്യാനിക്കാം, ഈ വചനത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കാം. യേശു നമുക്ക് നൽകുന്ന ഈ വചനം, അതായത് യെരമ്യാ പ്രവാചകനോട് കർത്താവ് പറയുകയാണ്, എൻ്റെ വചനങ്ങൾ നിൻ്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. ഈ വചനം ആർക്ക് കൊടുത്താലും അതേ അധികാരത്തോടാണ് കർത്താവ് കൊടുക്കുന്നത്. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനത്തിനൊരു മാറ്റവുമില്ല. ആ വചനം ഇന്നും ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവവചനം ജീവനാണ്. അത് നമ്മളുടെ ജീവൻ്റെ ജീവനായ യേശുവിൻ്റെ വചനം നമ്മളുടെ രക്ഷയാണ്, നമ്മളുടെ ജീവൻ്റെ മാർഗമാണ്. കർത്താവിൻ്റെ വചനം സജീവമാണ്, അതെന്നും നമ്മളിൽ നിലനിൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിൻ്റെ വചനം നമ്മളിൽ നിലനിൽക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവചിക്കുകയും ഒക്കെ ചെയ്യുന്നതെല്ലാം കർത്താവ് നിറവേറ്റിത്തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ എല്ലാ ഗ്രൂപ്പിലുള്ള പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടേതായ ആവശ്യങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഓരോ മക്കളും പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുണ്ട്, അവരെല്ലാം സമർപ്പിക്കുന്നപ്പാ. അപ്പൻ്റെ കൃപയിൽ ഓരോ മക്കളെ നിറയ്ക്കണമേ, ആത്മാവിൻ്റെ പരിശുദ്ധിയിലും വിശുദ്ധിയിലും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ നന്ദി, പിതാവേ സ്തുതി, പിതാവേ ആരാധന, പിതാവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ ആത്മാവിൻ്റെ നിറവ് ഓരോ വ്യക്തി ജീവിതങ്ങളുടെ മേൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു നൽകിയ പരിശുദ്ധാത്മാവിൻ്റെ നിറവ്. ഓ ഗ്ലോറി ജീസസ്, താങ്ക് യു ജീസസ്, ഐ ലവ് യു ജീസസ്, ഓ മൈ ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ആരാധന, 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 ആരാധന. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരോടൊപ്പം ഇരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്.